ലാക്മേ സലോണിന്റെ പനമ്പള്ളി നഗറിലെ ഇനാഗുറേഷന് വേണ്ടിയിട്ടാണ് ഇന്ന് ദിൽഷ പ്രസന്നനും അതുപോലെ തന്നെ മസ്താനിയും നമ്മളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത്. നമുക്കുള്ള കോളെത്തി ഞാനോ ആ ഷട്ടിങ് എടുത്തു. ഒരുപാട് സന്തോഷം ഇതിന്റെ ഇനോഗ്രേഷന്, ലാക്മേ സലോണിന്റെ ഇനോഗ്രേഷന് ഇൻവൈറ്റ് ചെയ്തതിന്. അതും മോള് ദിലുവിന്റെ കൂടെ. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. സോ നിങ്ങളെ രണ്ടുപേരെയും ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെ എല്ലാവർക്കും അറിയാം. അബൌട്ട് ദിൽഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ഫസ്റ്റ് ലേഡി വിന്നർ അല്ലേ, ബിഗ് ബോസിന്റെ വിന്നറാണ്. പിന്നെ മസ്താനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫേമസ് ആയ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആണ് ബിഗ് ബോസിലെ മസ്താനി. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അപ്പോ രണ്ടുപേരോടും ഇതുപോലെ തന്നെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ, ബിഗ് ബോസിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട, ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. നിങ്ങൾ അവിടെ അതിനുള്ളിലുണ്ടായിരുന്നവരാണ്, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത്. അവിടുത്തെ ആ ജീവിതത്തിനെക്കാട്ടി നല്ലത് മരണമായിരുന്നു. എനിക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം കുറച്ച് മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. 100 days ആ ഹൗസിൽ നിൽക്കാന്ന് പറയുന്നതും ഒരു ബിഗ് ടാസ്ക് ആണ്. ദൈവത്തിന്റെ ഒരു കഴിവായിരുന്നത്. ദൈവം എന്നെ രക്ഷപ്പെടുത്താനും ദൈവത്തിന്റെ കഴിവ് തന്നെ, അല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ലേ. അപ്പം അതിലും ഫസ്റ്റ് ലേഡി വിന്നർ ആവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല, എനിക്കൊരു വിഷമമില്ല. ദിൽഷ എങ്ങനെയായിരുന്നു ബിഗ് ബോസിലെ? സോറി ദിൽഷ, കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ബിഗ് ബോസിലെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു മസ്താനി? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്റെ എക്സ്പീരിയൻസ് വളരെ ഫേമസ് ആണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പാർട്ട് ഓഫ് ദ ഗെയിം നമ്മൾ പല സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്, പക്ഷെ എല്ലാ സ്ട്രാറ്റജീസും വർക്ക്ഔട്ട് ആവണമെന്നില്ല. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ, അത് അന്നത്തെ ചോരത്തിളപ്പിന്. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. അപ്പം ഇനി പോകുന്ന ആൾക്കാരെ നോക്കി കണ്ടൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണാൻ ഒരു അവസരം കിട്ടിയാ പോവോ? ഇല്ല, ഒത്തില്ല. ഒരു പേടി സ്വപ്നമാണ്. അതെ, എന്റെയോ ജീവിതം പോയി. സ്നേഹം കൊണ്ട് പറയാ, ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടോ. ചെകുത്താന്റെ കോട്ടയുടെ ചെകുത്താന്റെ കോട്ട. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.